ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ബ്രസ VXi ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. നമ്മളുടെ അപ്ഡേറ്റഡ് ബ്രസ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് മാരുതി 2025 വേരിയന്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് LXi വേരിയന്റിന്റെ തൊട്ട് ടോപ്പ് എൻഡിന്റെ വരെ പ്രൈസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ബ്രസ VXi വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് LXi ആൻഡ് VXi എക്സ്റ്റീരിയർ എന്ന ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് വരുന്നത്. അത് 2022 ഈ വാഹനം ലോഞ്ച് ചെയ്ത അന്ന് തൊട്ട് ഇപ്പോൾ 2025 വരെ ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് എക്സ്റ്റീരിയറുള്ള ലുക്കിൽ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. പ്രൈസിൽ മാത്രമാണ് കൂടിയിരിക്കുന്നത്. കാരണം ഞാൻ 2022 വാഹനം എടുക്കുമ്പോൾ 10,90,000 രൂപയുടെ അടുത്തായിരുന്നു പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ ഏകദേശം 11.5 ലക്ഷം രൂപയ്ക്കാണ് VXi വേരിയന്റിന് പ്രൈസ് വരുന്നത്. ബ്രസ വേരിയന്റുകളിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് LXi ആൻഡ് VXi വേരിയന്റുകളുടെ ലുക്കാണ്. കാരണം ZXi ആൻഡ് ZXi പ്ലസിൽ LED ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള DRൽ എനിക്ക് അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല. അതിലും എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു VXi വേരിയന്റിന്റെ ഹെഡ്ലൈറ്റിന്റെ ലുക്കും ആ പാർക്ക് ലൈറ്റ് ഒരു LED ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു റോഡ് പ്രസൻസ് ഒക്കെ കിട്ടും. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഹാലജൻ ലൈറ്റുകളാണ്. പക്ഷേ പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. വളരെ ക്യൂട്ടായിട്ട് ചെറിയൊരു ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു, അതും ഹാലജനാണ്. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സും കാണാം, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഏകദേശം 5,500 രൂപയുടെ അടുത്താണ് ഫോഗ് ലൈറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഫ്രണ്ടിലെ ഒരു താഴെ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഒരു ലോഗോ ഒരു സിൽവർ ഒരു ക്രോം ഫിനിഷിലും അതിന് താഴെ ആ ഒരു ക്രോം ലൈന് കാര്യങ്ങളും കാണാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ബ്രസയുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാനിത് ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആ ഫുള്ള് ബ്ലാക്ക് കളർ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 198 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ബ്രസയ്ക്ക് വരുന്നത്. അതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനം അത്യാവശ്യം വലിപ്പമുള്ള വാഹനം എന്നാണ് ഫീൽ ചെയ്യുക. 2500 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. ഇപ്പോൾ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3995 mm ആണ്. അതായത് 4 മീറ്ററിൽ താഴെയാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. വശങ്ങളിലായിട്ട് ഫ്രണ്ടിൽ നിന്ന് തൊട്ട് വശങ്ങളിൽ ബാക്ക് വശം വരെ ആ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നുണ്ട്. എൻ്റെ ബ്രസയിൽ ഞാൻ ആ ബ്ലാക്ക് ക്ലാഡിങ് കംപ്ലീറ്റ്ലി വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് VXi വേരിയൻറ്റിൽ 215 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ബേസ് വേരിയൻറ്റിൽ ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസാണ്. നിങ്ങൾക്കിപ്പോൾ ടോപ്പ് എൻഡിൻ്റെ ലുക്കിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. മറ്റ് പല മാനുഫാക്ചേഴ്സും ബേസ് വേരിയൻറ്റിൽ ചെറിയ ടയറുകളൊക്കെയാണ് കൊടുക്കാറ്. പക്ഷേ ബ്രസയിലെ എല്ലാ വേരിയൻറ്റുകളിലും സെയിം ടയറുകളാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലാസുകളെല്ലാം പ്ലെയിൻ ഗ്ലാസുകളാണ്. നമ്മളുടെ UV പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും VXi വേരിയൻറ്റിൽ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ക്രോം ഫിനിഷോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. റൂഫ് റെയിൽസ് വരുന്നില്ല. ബാക്കിൽ ഷാർപ്പിൻ്റെ ആൻറ്റിന കാണാം. സൺറൂഫ് വരുന്നത് ഈ ZXi വേരിയൻറ്റ് തൊട്ടിട്ടാണ്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും വശങ്ങളിൽ കൊണ്ടുവന്നിട്ടില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവുമില്ല. നമ്മൾ LXi ആൻഡ് VXiയുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് വരുന്നത്. ആകെ വരുന്ന ഒരു ഡിഫറൻസ് നമുക്ക് VXi വേരിയൻറ്റിൽ ഡിഫോഗർ വരുന്നുണ്ടെന്ന് മാത്രമാണ്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ തന്നെ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ്സിൽ വൈപ്പർ വരുന്നില്ല. ബ്രസ എന്ന് പറഞ്ഞ വലിയ ബാഡ്ജിങ് കാണാം. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിന് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ LED ടെയിൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, ഇത് റിവേഴ്സ് ലൈറ്റ്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 2 റിഫ്ലക്റ്റേഴ്സും ബാക്കിൽ കാണാം. ബാക്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വളരെ വലിപ്പത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചുറ്റുവരമുള്ള ബ്ലാക്കൊക്കെ വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബാക്കിലും കൂടി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും. ബാക്കിൽ ഈ ഒരു പോർഷൻ ഒരു സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. VXi വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഒരു റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. നമുക്ക് 328 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2025 വന്ന ഒരു മേജർ അപ്ഡേറ്റ് ആണ് നമുക്ക് സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊണ്ടുവന്നു എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ബേസ് LXi വേരിയൻറ്റ് തൊട്ട് അവൈലബിൾ ആണ്. വേറെ പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ZXi വേരിയൻറ്റിൽ ഈ പോർഷനിൽ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാണാവുന്നതാണ്. നമുക്ക് സ്പെയർ വീല് സെയിം സൈസായിട്ടുള്ള വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. 215 60R16 തന്നെയാണ് സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത്. പഞ്ചർ കിറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ
കീലെസ് എൻട്രി ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇന്റീരിയറിൽ ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സെന്ററിൽ ആ ഒരു സിൽവർ ലൈന് കാര്യങ്ങൾ കാണാവുന്നതാണ്. ബാക്കി ഫുൾ ബ്ലാക്ക് കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. ടൂട്ടർ വരുന്നില്ല, ജസ്റ്റ് ടൂട്ടർ ഗ്രില്ല് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിലെ ആ ഒരു ഫാബ്രിക്കിന്റെ ഡിസൈൻ 2025 ചെറിയൊരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. 2025 ഈ 11 ലക്ഷം രൂപ വിലയുള്ള വാഹനത്തിന്റെ കീ മാരുതി ചേഞ്ച് ചെയ്യും എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും അതിലും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ വശത്തായിട്ട് ഇവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ താഴെയായിട്ടാണ് ഫുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. VXi വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2025 ഇന്റീരിയറിലെ ഡിസൈൻ ലേഔട്ടിലോ ലുക്കിലോ ഫീച്ചേഴ്സിലോ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. VXi വേരിയന്റ് ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും കാണാം. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിന്റെ ഓപ്ഷൻ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ആസ് യൂഷ്വൽ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് VXi വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ അവിടെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ മീറ്റർ കൺസോൾ എല്ലാം സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. സ്പീഡോ മീറ്ററും RPM മീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ വേരിയന്റ് ആണെങ്കിലും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ടൈം, നമുക്ക് എന്താ പറയുക, ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അഡീഷണൽ വന്നിരിക്കുന്നത് 5 പാസഞ്ചേഴ്സിന്റെ സീറ്റ് ബെൽറ്റിന്റെ റിമൈൻഡർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ 25 വന്നപ്പോൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴും ആ ഒരു നീഡിലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ 2012 തൊട്ട് കണ്ടുവന്നിരുന്ന സെയിം സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റം തന്നെയാണ്. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ പുതിയ അപ്ഡേറ്റിലെങ്കിലും സ്മാർട്ട് പ്ലേ പ്രോയെങ്കിലും VXi വേരിയന്റിൽ കൊടുക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതും ഈ വേരിയന്റിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതിപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അറിയാവുന്ന, എന്നാൽ അത്യാവശ്യം വേണ്ട ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർഡ് ആയിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നു. വയർലെസ് ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് 4 സ്പീക്കറും മാത്രമേ വരുന്നുള്ളൂ. ട്യൂട്ടർ കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നില്ല. അതിന്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത് അറിയാനായിട്ട് പറ്റുക. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈനിന്റെ ബട്ടൺ കാണാം. ഒരു താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അത് VXi വേരിയന്റിൽ ആദ്യമേ മുതൽ കൊടുത്തിരുന്നതാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. ഇത് 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെന്റർ ആംറസ്റ്റ് VXi വേരിയന്റിൽ വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്ത് ചെയ്യാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു എന്നുള്ളതാണ്. അത് ബേസ് വേരിയന്റ് തൊട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 എയർ ബാഗിന്റെ SRS എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് കാണാം. അത് സീറ്റിന്റെ വശത്തും ആ ഒരു ബാഡ്ജിങ് വശങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 മേജർ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗ്രാബ് ഹാൻഡിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സെന്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഇപ്പോഴും ബ്രസയുടെ VXi വേരിയന്റിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം സോഫ്റ്റ് ടച്ച് തന്നെയാണ്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. സ്പീക്കറുകളിൽ ബോട്ടിൽ ഹോൾഡേഴ്സ്. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. അത് പഴയ VXi വരുന്നുണ്ടായിരുന്നു. പക്ഷേ ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ചസ് ആണ്. നമുക്ക് ഇപ്പോൾ സീറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 60/40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസെഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസും കാണാം. സെന്ററിൽ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ആംറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കി യാത്രക്കാർക്ക് വന്നിരിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാവുന്നത് ബ്രസയിലാണ്. കാലൊക്കെ അകത്തേറ്റ് വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും.
ഹെഡ് റൂം നോക്കുകയാണെങ്കിലും ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഹെഡ് റൂം ഉള്ള ഒരു വാഹനം ബ്രസയാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ് റൂം ഞാൻ നിവർന്നിരുന്നാൽ പോലും ബാലൻസ് കാണാം. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. വെന്നും സോണറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രസയുടെ ഒരു മേജർ അഡ്വാൻറ്റേജ് ഈ ബാക്ക് സീറ്റ് തന്നെയാണ്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള വാഹനം ആയതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് സെൻട്രലായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോഴും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് കാണാം. അത് സ്പ്രിംഗ്ഡ് ഗ്രാബ് ഹാൻഡിൽസ് ആണ് വരുന്നത്. അതിനകത്തൊരു ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ പാഴ്സൽ ട്രേ വരുന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബ്രസ VXi വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ബ്രസ. ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇപ്പോൾ ബ്രസയുടെ ബേസ് വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. പിന്നെ ഈ സെയിം എഞ്ചിൻ നമുക്ക് CNGയിലും അവൈലബിൾ ആണ്. പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അറൌണ്ട് 102 BHP ഒക്കെയാണ് അതിന്റെ പവർ വരുന്നത്. CNGയിലേക്ക് വരുമ്പോൾ അത് 87 BHP ആയിട്ട് കുറയുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ CNG ഉപയോഗിക്കുന്നവർക്ക് ആ പവർ ലാഗ് കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. നമ്മളിപ്പോൾ ഫുൾ ലോഡ് വെച്ച് 3-6 പോലെയുള്ള കയറ്റങ്ങൾ കയറുന്ന സമയത്താണ് ആ ചെറിയൊരു പവറിന്റെ ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് വേരിയന്റിൽ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നത് കൊണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 21 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് VXi വേരിയന്റിന് 16-നും 15-16 മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ VXi, ZXi, ZXi പ്ലസ് ഈ 3 വേരിയന്റുകളിൽ ഓട്ടോമാറ്റിക്കിന് 20-ന് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ 14-15 മൈലേജ് ലഭിക്കുന്നുണ്ട്. LXi ആൻഡ് VXi മാനുവലിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഇല്ല. അതുകൊണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 17 ഒരു 13-നും 14-നും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇനി അത്യാവശ്യം ഓട്ടോ ഉള്ളവരാണ് നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ വേണമെങ്കിൽ CNGയിലേക്ക് പോകാം. CNGയിൽ പക്ഷേ ഓട്ടോമാറ്റിക് ഇല്ല, മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. കമ്പനി ക്ലെയിം ചെയ്യുന്ന 25 റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് 20-21 മൈലേജ് ലഭിക്കുന്നുണ്ട്. ഞാനൊരു CNG വേരിയന്റിന്റെ വീഡിയോ ചാനലിൽ പണ്ട് ചെയ്തിരുന്നതാണ്. ആ വാഹനം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അത് ഉപയോഗിക്കുന്ന ചേട്ടന് ഒരു 20-21 ആവറേജ് മൈലേജ് ലഭിക്കുന്നത്. ബ്രസയുടെ 2025 അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റായ LXi വേരിയന്റ് നമുക്ക് മാനുവലിൽ മാത്രമാണ് വരുന്നത്. LXi വേരിയന്റിന് ഇപ്പോൾ നിങ്ങൾക്ക് 10,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ലോഞ്ച് ചെയ്ത സമയത്ത് അത് 10 ലക്ഷം രൂപ താഴെയായിരുന്നു. ഇപ്പോൾ അത് 10,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. LXi തന്നെ നമുക്ക് CNG അവൈലബിൾ ആണ്. ബേസ് വേരിയന്റിൽ CNG വരുന്നുണ്ട്. ആ വാഹനത്തിന് 11,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXiയിലേക്ക് വന്നു കഴിഞ്ഞാൽ VXi മാനുവൽ വേരിയന്റിന് 11,30,000 രൂപയും VXi ഓട്ടോമാറ്റിക് വേരിയന്റിന് 13,30,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXi CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12,80,000 രൂപ. അപ്പോൾ LXi ആൻഡ് VXi തമ്മിലുള്ള ഒരു പ്രൈസിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മാനുവൽ വേരിയന്റിന് ഏകദേശം 1,20,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. 1,20,000 രൂപ കൊടുത്ത് LXi മാറി നിങ്ങൾ VXi എടുക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം നമുക്ക് ഓട്ടോ AC വരുന്നുണ്ട്, ചെറിയ മ്യൂസിക് സിസ്റ്റം വിത്ത് 4 സ്പീക്കർ വരുന്നുണ്ട്, ബാക്കിൽ സീറ്റിൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റീറിംഗ് മോട്ടർ കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട അത്യാവശ്യം സർവൈവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും VXi വേരിയന്റിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ബ്രസ മേടിച്ച് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ LXi ആണെങ്കിലും VXi ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും VXi ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ZXi വേരിയന്റിലേക്ക് വന്നാൽ ZXi മാനുവൽ വേരിയന്റിന് 13,42,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 15,05,000 രൂപ. ZXi വേരിയന്റിലും CNG അവൈലബിൾ ആണ്. അതിന് 14,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റ് ZXi പ്ലസിലേക്ക് വന്നാൽ ZXi പ്ലസ് വേരിയന്റിന് 14,90,000 രൂപയാണ് മാനുവൽ വേരിയന്റിന്. അതായത് 15 ലക്ഷം രൂപ താഴെ ബ്രസയുടെ ZXi പ്ലസ് വാഹനം നിങ്ങൾക്ക് മാനുവൽ ഓൺ റോഡ് ഇറക്കാം. ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 16,62,000 രൂപയാണ്. അതായത് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 16,62,000 രൂപയാണ് വരുന്നത്. ഇപ്പോൾ VXi ആൻഡ് ZXi വേരിയന്റുകൾ തമ്മിൽ നോക്കുകയാണെങ്കിൽ പ്രൈസിന് ഏകദേശം 2,07,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. VXi ആൻഡ് ZXi മാനുവലിന്റെ പ്രൈസ് ആണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കിന് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് തന്നെയാണ്. 2 ലക്ഷം രൂപയുടെ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ZXiനേക്കാളും എന്തുകൊണ്ട് ലാഭം VXi വേരിയന്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.